എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 98 വയസ്സായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം നാളെ വൈകിട്ട് എറണാകുളത്ത് നടക്കും. ജൂലൈ 25-നാണ് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സാനുമാഷെ പ്രവേശിപ്പിച്ചത്. അന്നുമുതൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ചികിത്സ. ന്യൂമോണിയ കൂടി ബാധിച്ചതോടെ ആരോഗ്യാവസ്ഥ വഷളായി. ഇന്ന് വൈകിട്ട് 5:30 മരണം സ്ഥിരീകരിച്ചത്. കൊച്ചി അമൃത ആശുപത്രിയിൽ രാത്രി തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി പി രാജീവ് ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഈ അടുത്ത കാലം വരെ ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാഷ് 100 വയസ്സ് തികയ്ക്കുമെന്ന്. ഏതായാലും ഇപ്പോൾ മാഷ് വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. കേരള സമൂഹത്തെയും കേരള ചരിത്രത്തെയും തന്റെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശീല വീണതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. വിമർശനത്തിന്റെ കാറ്റും വെളിച്ചവും മലയാള സാഹിത്യത്തിലേക്ക് കടത്തിവിട്ട അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഏറെ അവശതകൾക്കിടയിലും എറണാകുളത്ത് പൊതുമണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന സാനുമാഷിന്റെ വിയോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ അനുശോചനം നേരിട്ടും അല്ലാതെയും രേഖപ്പെടുത്തി. മലയാള സാഹിത്യ രംഗത്ത്, അധ്യാപക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രതിഭാധനനായ ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സാനുമാഷ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സാംസ്കാരിക വകുപ്പിനുള്ള ദുഃഖവും അനുശോചനം കൂടി ഞാൻ ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുക. നാളെ രാവിലെ 9 മണി മുതൽ 10 വരെ എറണാകുളത്തെ അദ്ദേഹത്തിന്റെ വസതിയിലും ശേഷം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം നടക്കും. വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. മീഡിയ 1 കൊച്ചി.